നമസ്കാരം. ക്യാൻ ഇന്നസെൻ്റ് അവാർഡ് നിശയിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും സുസ്വാഗതം. ഇന്നസെൻ്റ് എന്ന വ്യക്തിത്വം മലയാളിക്ക് അവിരാമമായിട്ട് അല്ലെങ്കിൽ വിരാമമില്ലാതെ തുടരുന്ന ഒരു തുടർച്ചയാണ്. നമുക്കറിയാം ജീവിതത്തിൻ്റെ ഫുൾ സ്റ്റോപ്പ് എന്നത് മരണമാണെന്ന്. പക്ഷേ കലയുടെ അമൃതം നുകർന്നവർക്ക് മരണമില്ല. അതുതന്നെയാണ് സത്യം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ ഇന്നസെൻ്റ് ഏട്ടൻ്റെ കഥാപാത്രങ്ങളിലൂടെ ഡയലോഗുകളിലൂടെ കടന്നു പോവാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഏതെങ്കിലുമൊക്കെ നിമിഷങ്ങളിൽ അത് വേദനയായാലും സന്തോഷമായാലും എന്തു തന്നെയായാലും ആ നിമിഷങ്ങളിലൊക്കെ നമുക്കൊക്കെ അറിയാതെ ഒരു ഇന്നസെൻ്റ് ഡയലോഗ് കടന്നു വരും. അത് സത്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ചിരിയുടെ മേളത്തിൻ്റെ തമ്പുരാന് ആദരാഞ്ജലികൾ അർപ്പിക്കണം. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെ നമുക്ക് സഞ്ചരിക്കണം. അദ്ദേഹത്തിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ പ്രഥമ ക്യാൻ അവാർഡ്, മികച്ച ഹാസ്യനടനുള്ള അവാർഡ് ആർക്കാണെന്ന് നമുക്ക് അറിയുകയും വേണം. ഒപ്പം മലയാള സിനിമയിൽ 50 വർഷക്കാലം ഗോൾഡൻ ജൂബിലി എന്നാണ് പറയേണ്ടത്. 50 വർഷക്കാലം തികച്ച, അതായത് മലയാളിയുടെ മനസ്സിൻ്റെ ഓരോ അണുവിലും, ശരീരത്തിൽ മനസ്സിലെ ഓരോ അണുവിലും നിറഞ്ഞു നിൽക്കുന്ന കുറേ താരങ്ങളുണ്ട്. നമ്മൾ ഇങ്ങനെ തിരഞ്ഞെടുത്ത, അല്ലെങ്കിൽ നമ്മൾക്ക് തീർച്ചയായും അവരെ ആദരിക്കണമെന്ന് ഒരുപാട് മോഹത്തോടു കൂടി തന്നെ തിരഞ്ഞെടുത്ത കുറച്ച് പേർ, അവരെ ആദരിക്കുന്ന ചടങ്ങ് കൂടിയാണ് ഇന്ന്. 2013 കേരള സർക്കാർ അവസാനമായിട്ട് മികച്ച ഹാസ്യനടനുള്ള അവാർഡ് കൊടുത്തത്. അത് നമ്മുടെ പ്രിയങ്കരനായ നടൻ സുരാജ് വെഞ്ഞാറമൂടിനായിരുന്നു. അതിനുശേഷം ഈ അവാർഡ് ഉണ്ടായിട്ടില്ല. എന്നാൽ ആ വഴക്കത്തിന് തുടർച്ചയാവുകയാണ് ഇന്ന് ക്യാൻ ചാനൽ സംഘടിപ്പിക്കുന്ന ഈ അവാർഡ് നിശ. നമുക്ക് ചടങ്ങിലേക്ക് കടക്കാം. ചന്ദുലു വദനുനി ചന്ദുലു വദനുനി അന്ത ചന്ദമോനു ഹൃദയാരവേണമോ നാരജുജി ബ്രഹ്മ సాని పామరే గరి సరి 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 ఎంతరో మరను బాహులు అంతతే కే వందనములు ఎంతరో బాహులు. അതെ, അമൂല്യമാണ് ഞാൻ, എൻ്റെ സ്വർണവും. ചുങ്കത് ഗോൾഡ്, പ്രഷ്യസ് ലൈക്ക് മീ. നമുക്ക് ആദ്യം ഈശ്വര പ്രാർത്ഥനയ്ക്കായി പൂർവജ നന്ദകുമാറിനെ ക്ഷണിക്കാം. പൂർവജ. മൈത്രീം ഭജത അഖില ഹൃജയത്രീം മൈത്രീം ഭജത അഖില ഹൃജയത്രീം മൈത്രീം ഭജത അഖില ഹൃജയത്രീം ആത്മവദേവ പരാനപി പശ്യത ആത്മവദേവ പരാനപി പശ്യത യുദ്ധം ത്യജത സ്പർദ്ധാം ത്യജത യുദ്ധം ത്യജത സ്പർദ്ധാം ത്യജത ത്യജത പര
ക്രമമാക്രമണം ത്യജത ക്രമമാക്രമണം മൈത്രീം ഭജത അഖിലഹൃജയത്രീം മൈത്രീം ഭജത അഖിലഹൃജയത്രീം. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ. ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരിയെവിടെ പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടി പൈക്കളും എവിടെ ക്രൂരനിഷദശരം കൊണ്ടു നീറുമീ നെഞ്ചിലെന്നാത്മപ്രണാമം. പ്രേമസ്വരൂപനാം സ്നേഹസതീർത്ഥ്യന്റെ കാൽക്കലൻ കണ്ണീർ പ്രണാമം. പ്രേമസ്വരൂപനാം സ്നേഹസതീർത്ഥ്യന്റെ കാൽക്കലൻ കണ്ണീർ പ്രണാമം. മംഗലശ്ശേരി നീലകണ്ഠൻ്റെ പ്രിയമിത്രം വാര്യരുടെ നനുത്ത ഓർമ്മകളാണ് നമ്മളിൽ വന്ന് നിറഞ്ഞത്. നമ്മുടെ ഇന്നസെൻ്റ് ഏട്ടൻ്റെ ഓർമ്മകളിലേക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് പലരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നസെൻ്റ് ഏട്ടനെ കുറിച്ചുള്ള കുറച്ച് ചിത്രങ്ങൾ, ഓർമ്മകൾ, നമ്മുടെ ഉള്ളിലൊക്കെ തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങൾ, അതൊക്കെ ഒന്ന് കാണാം. അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തെങ്കിലും ഉണ്ടോ? അല്ല ഇപ്പൊ ഈ കലാപരിപോഷണം എന്നൊക്കെ പറയണ്ടല്ലോ, നമുക്ക് അത് ഒന്നാണ് എന്താ മനോഹര. ചില അഭിനേതാക്കൾ നമ്മളെ രസിപ്പിക്കും, ചിലർ നമ്മളെ അത്ഭുതപ്പെടുത്തും. പക്ഷേ അപൂർവം ചിലർ മാത്രം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലേക്ക് കടന്നു കയറും. ക്ഷണമോ അനുവാദമോ അവർക്ക് ആവശ്യമില്ല. ഒരു ദിനം അവരിലെ ജീവചൈതന്യമില്ലാതായാലും സ്വയം പ്രകാശിക്കും. അവരുടെ കഥാപാത്രങ്ങൾ നമ്മളിൽ നീറ്റലായി അനുഭവപ്പെടും. അത്തരമൊരു അപൂർവതയായിരുന്നു ഇന്നസെന്റ്. നിന്റെ അമ്മച്ചി പോയപ്പോ എനിക്ക് ജീവിക്കാൻ നീ ഉണ്ടായിരുന്നു. അപ്പനങ്ങ് ചത്തുപോയാ നീ ആർക്കു വേണ്ടി ജീവിക്കടാ? ഒരു പലചരക്ക് കച്ചവടക്കാരൻ ചിലപ്പോ നോക്കിയിരിക്കും, ചിലപ്പോ ചിരിച്ചുകൊണ്ടിരിക്കും. കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ പോലും മിഠായി ഡായ് ഡായ്. കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ പോലും മിഠായി ഡായ് ഡായ്. ദശാബ്ദങ്ങളോളം മലയാളികളുടെ വീടുകളിലേക്ക് കയറി ചെന്നിരിപ്പിക്കാൻ അദ്ദേഹത്തോളം മറ്റാർക്കും കഴിഞ്ഞിരുന്നില്ല. ഒരു ചെറിയ നോട്ടം, നീണ്ട സംസാരങ്ങൾക്കിടയിലെ ചെറിയ ഇടവേള, നിഷ്കളങ്കതയും നാണവും ചാലിച്ച പുഞ്ചിരി, കുസൃതി തുളുമ്പുന്ന മുഖഭാവങ്ങൾ, ആർക്കും പകരം വെക്കാൻ കഴിയാത്ത ആ ഹാസ്യശൈലിയിൽ ഇവയെല്ലാം ഉൾപ്പെട്ടിരുന്നു. അത്രമാത്രം മതിയായിരുന്നു തിയേറ്ററുകളുടെ നിശബ്ദതയിൽ ചിരിയുടെ മാലപ്പടക്കം തീർക്കാൻ. അഴകാന നീലി വരും, വരുപോലെ ഓടി വരും, കെണ്ണാടി പോലെ വരും ടോണിക്കുട്ട. हमको पीने के लिए नारियल का पानी लाओ. എന്താ നിന്റെ വിഷമം? എന്റെ പേര് ബാലകൃഷ്ണൻ.
അതാ നിന്റെ വിഷമം. ഇന്നസെന്റിന്റെ തമാശകൾ ഒരിക്കലും കൃത്രിമമായി തോന്നിയിട്ടില്ല. അഭിനയത്തിനുപരിയായ സ്വാഭാവികതയായിരുന്നു അതിൽ പ്രതിഫലിച്ചിരുന്നത്. അഭിനയിക്കുക എന്നാൽ സ്വാഭാവികമായി പെരുമാറുകയാണെന്ന സ്റ്റെല്ല അഡ്ലറുടെ പ്രസിദ്ധമായ വാചകത്തിന്റെ പ്രതിധ്വനികളാണ് ഇന്നസെന്റിന്റെ എല്ലാ കഥാപാത്രങ്ങളും. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ ജോസ്. അടിയന്തരാവസ്ഥയുടെ കാലത്താണ് ധാവൻഗിരിയിലെ തീപ്പെട്ടി കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇന്നസെന്റ് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വണ്ടി കയറുന്നത്. പിന്നീട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പല ചെറിയ സംരംഭങ്ങളും ജോലി വഴികളും പരീക്ഷിച്ചു. അങ്ങനെ മദ്രാസിലെത്തി ചെറിയ വേഷങ്ങളിൽ തലകാണിക്കാൻ തുടങ്ങി. അതിനിടയിൽ സിനിമകൾ നിർമ്മിച്ച് ഭാഗ്യാന്വേഷണത്തിനിറങ്ങിയെങ്കിലും അതെല്ലാം ചെന്നു നിന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. ആ കാലഘട്ടമാണ് പിന്നീട് നമ്മൾ കണ്ട ഇന്നസെന്റിനെ രൂപപ്പെടുത്തിയത്. നിന്റെ കൂടെ ഈ ലോകത്തെ സുഖങ്ങൾ മാത്രം അനുഭവിക്കാനല്ലല്ലോ കർത്താവ് നമ്മൾ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ചെറിയ കഥാപാത്രങ്ങളിലൂടെ ആരംഭിച്ച യാത്രയിൽ ഏറ്റവും മൂല്യമുള്ള ഹാസ്യനടൻ എന്ന നിലയിലേക്ക് ഇന്നസെന്റ് എത്തിച്ചേർന്നു. പ്രിയദർശൻ സിനിമകളിലെ അസാധാരണമായ കോമഡി രംഗങ്ങൾ, സത്യനന്ദിക്കാട് ചിത്രങ്ങളിലെ കുടുംബസ്ഥന്മാരായ കഥാപാത്രങ്ങൾ, സിദ്ദിഖ് ലാൽ സിനിമകളിലെ അപ്രതീക്ഷിതമായ പൊട്ടിത്തെറികൾ, അവിടെ എല്ലായിടത്തും ഇന്നസെന്റിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. റാംജി റാവു സ്പീക്കിംഗ് മുതൽ ഗോഡ്ഫാദർ, മണിച്ചിത്രത്താഴ്, കിലുക്കം, മഴവിൽ കാവടി, പൊന്മുട്ടയിടുന്ന താറാവ്, കാബൂളിവാല, ഇങ്ങനെ എണ്ണമറ്റ ചിത്രങ്ങളിൽ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ മലയാള സിനിമയുടെ നാഴികക്കല്ലായി മാറി. ഒരു ചെറിയ ഡയലോഗ് പോലും അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ വന്നാൽ അത് പ്രേക്ഷകർ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു ഐക്കോണിക് നിമിഷമായി മാറും. ചിരിയുടെ അക്ഷാംശവും രേഖാംശവും അറിയുന്ന ഇന്നസെന്റിന് നർമ്മത്തെ കൃത്യമായി ലാൻഡ് ചെയ്യിക്കാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മലയാളികളുടെ ദൈനംദിന സംഭാഷണത്തിന്റെ ഭാഗമായി അവയെല്ലാം ഇന്നും നിലകൊള്ളുന്നു. നീ എന്തിനാ പഠിക്കണേ? ഫൈനൽ അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. ചേട്ടാ കുറച്ച് ചോറിട്ടെ. വേണ്ട. ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട്. വേണ്ടെന്ന്. ഗൗരവമേറിയ കഥാപാത്രങ്ങളിലും അസാധാരണമായ പ്രകടനമാണ് ഇന്നസെന്റ് കാഴ്ചവെച്ചത്. 10ാം നിലയിലെ തീവണ്ടി എന്ന സിനിമയിലെ പ്രകടനം ഒരു ഹാസ്യനടന്റെ പരിധികൾക്കപ്പുറമുള്ളതായിരുന്നു. അനുഗ്രഹീതനായ ഒരു കലാകാരന് മാത്രമേ അത്തരമൊരു കഥാപാത്രത്തെ അഭിനയിച്ചു ഫലിപ്പിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ദേവാസുരം, മനസ്സിനക്കരെ തുടങ്ങിയ ചിത്രങ്ങളിലും പ്രേക്ഷകന്റെ മനസ്സിനെ പിടിച്ചുലയ്ക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇന്നസെന്റിനെ കാലമടയാളപ്പെടുത്തുന്നത് തിരശ്ശീലയിൽ കണ്ട നടനായി മാത്രമല്ല, ക്യാൻസർ എന്ന മഹാരോഗത്തോട് അദ്ദേഹം നടത്തിയ പോരാട്ടം പലർക്കും പ്രചോദനമായി മാറി. ക്യാൻസർ ആണെങ്കിലും ഏത് അസുഖമാണെങ്കിലും നമ്മൾ ഇതുകൊണ്ട് അവസാനിക്കുന്നു തീരുമാനിച്ചാൽ നമ്മൾ എന്തായാലും പോകും. ലാളിത്യവും ജീവിതബോധവും അദ്ദേഹത്തിന്റെ എഴുത്തുകളും പ്രസംഗങ്ങളും സാധാരണക്കാരന് ജീവിതത്തെ നേരിടാനുള്ള ഉത്തേജനമായി. ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകത്തിലൂടെ രോഗത്തിനുപരിയായി രോഗിയെ ചികിത്സിക്കാൻ ഈ 8ാം ക്ലാസ്സുകാരന് സാധിച്ചു. രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോഴും അദ്ദേഹം ഈ ലാളിത്യവും തമാശയും കൈവിട്ടില്ല. ജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓടി വന്ന് എൻ്റെ അപ്പൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ 12ാം വാർഡിൽ നിന്ന് ഞാൻ ജയിച്ചു. എൻ്റെ അപ്പം പറഞ്ഞതാണ് 12ാം വാർഡിൽ ഇത്രയധികം വിഡ്ഢികളുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. പ്രസംഗങ്ങളിൽ രാഷ്ട്രീയത്തിനപ്പുറം തമാശകളും സാമൂഹ്യ ജീവിതവും വിഷയമായി. പക്ഷെ ആ തമാശകളുടെ പിന്നിൽ എക്കാലവും വളരെ വ്യക്തമായൊരു നിലപാടുണ്ടായിരുന്നു. വെറുമൊരു തമാശക്കാരൻ എന്നതിനേക്കാൾ സാധാരണക്കാരനെ അടുത്തറിയുന്ന ഒരാൾ എന്ന നിലയിലാണ് ചാലക്കുടിയിലെ ജനങ്ങൾ ഇന്നസെന്റിനെ കണ്ടിരുന്നത്. താരസംഘടനയായ അമ്മയിൽ അദ്ദേഹം വഹിച്ച പങ്കും ഏറെ വലുതായിരുന്നു. അമ്മയുടെ പ്രസിഡന്റായ ഇന്നസെന്റ് ഒരു നേതാവിനുപരിയായി ഒരു രക്ഷാധികാരിയെ പോലെയായിരുന്നു. സിനിമാ മേഖലയിലെ പല ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലും അദ്ദേഹം കണിശമായ തീരുമാനങ്ങളെടുത്തു. കലാകാരന്റെ വ്യാകുലതകളിൽ ആർദ്രതയോടെ ഇടപെട്ടു. സംഘർഷങ്ങളുണ്ടായ സമയങ്ങളിലെല്ലാം തന്റെ ചെറിയ തമാശ കൊണ്ടുപോലും അദ്ദേഹത്തിന് അന്തരീക്ഷം ശാന്തമാക്കാൻ കഴിഞ്ഞിരുന്നു. അത് ഇന്നസെന്റിന് മാത്രം കഴിഞ്ഞിരുന്ന മാന്ത്രികതയായിരുന്നു. സിനിമയിലും പൊതുജീവിതത്തിലും തിരക്കുകളേറെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിത കേന്ദ്രം എല്ലായ്പ്പോഴും കുടുംബമായിരുന്നു. ഭാര്യയായ ആലീസിനോടുള്ള ഇന്നസെന്റിന്റെ സ്നേഹവും വിശ്വാസവും അദ്ദേഹം പലപ്പോഴും അഭിമാനത്തോടെ പറഞ്ഞിരുന്നു. മക്കളെയും കുടുംബത്തെയും കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഒരു പ്രത്യേക സ്നേഹവും സന്തോഷവും കാണാമായിരുന്നു. ഈ ആത്മബന്ധം തന്നെയാണ് ഇന്നസെന്റിന്റെ വേർപാട് ആ കുടുംബത്തിന് അത്രമാത്രം ആഘാതമായി തീർന്നത്. അദ്ദേഹത്തിന്റെ പഴയ സിനിമകൾ കാണുമ്പോൾ നമ്മൾ ഇന്നും ചിരിക്കുന്നു. ആ മുഖഭാവങ്ങൾ, ഡയലോഗുകൾ, കഥാപാത്രങ്ങൾ ഒന്നും പഴകിയിട്ടില്ല. നമ്മളെ ഇത്രയും ചിരിപ്പിച്ച ആ മനുഷ്യൻ ഇന്ന് നമ്മോടൊപ്പം ഇല്ലെന്നോർക്കുമ്പോൾ ഒരു നിശബ്ദതയാണ് അലയടിക്കുന്നത്. മരണമെന്ന പ്രപഞ്ച സത്യത്തിൽ നിന്ന് കലാകാരനും മുക്തിയില്ല. കാലത്തിന്റെ നീരൊഴുക്കിൽ കടപുഴകാത്ത വൃക്ഷങ്ങളില്ല. എങ്കിലും ചില ആളുകൾ നമ്മളെ വിട്ടുപോകുന്നില്ല. ഇന്നസെന്റ് അങ്ങനെ ഒരു മനുഷ്യനാണ്. ചിരിയുടെ രാജസ്വയം പൂർത്തിയാക്കിയ കലാകാരൻ. മോളെ, ഈ പെയിൻ ശല്യമൊക്കെ സർവ്വസാധാരണമല്ലേ? ലൈസ്കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നോ സൈഡ് എഫക്ട്സ്. ഒരു അമൃത് വേണി ഉൽപ്പന്നം. ഇത്രയൊന്നും പറഞ്ഞാൽ പോരാ, കേട്ടാൽ പോരാ, അറിഞ്ഞാൽ പോരാ. നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ ഇന്നും ഇന്നസെന്റ് ഏട്ടൻ ജീവിക്കുന്നു.
നമുക്ക് ആ ഒരു നഷ്ടം ഇപ്പോഴും, ഇന്ന് രാവിലെ ഞാൻ ഇടവേള ബാബുവിനെ വിളിച്ചപ്പോൾ ബാബു പറയാ, ഇന്നും ഇവിടെ എവിടെയോ ഇന്നസെൻ്റ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ഞാൻ ഒരിക്കലും അദ്ദേഹം പോയി എന്ന് വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്കത് അപ്പം മനസ്സിലാവും, എൻ്റെ മനസ്സിലുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. അങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ എന്നെനിക്കറിയാം. അത് ആ ഓർമ്മ ഞാൻ പങ്കുവച്ചു എന്ന് മാത്രം. അദ്ദേഹം ഇന്നിവിടെ ഇല്ലാത്തത് കൊണ്ട്. ഇനി ഒരു വ്യക്തിത്വമുണ്ട് ഇവിടെ, നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നസെൻ്റ് ഏട്ടൻ്റെ ശബ്ദം അനുകരിച്ചുകൊണ്ട്, സ്റ്റേജുകളിലൂടെ അനുകരിച്ചുകൊണ്ട് സിനിമയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് എത്തിയ ഒരു വലിയ കലാകാരൻ, ജനപ്രിയ നായകൻ ദിലീപ്, എൻ്റെ പ്രിയപ്പെട്ട ഗോപാലകൃഷ്ണൻ. സുസ്വാഗതം വേദിയിലേക്ക് ദിലീപ്. ഇന്നസെൻ്റ് ഏട്ടൻ ഇവിടെ ഇല്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ദിലീപ് അല്ലാതെ പിന്നെ ആർക്കാണ് അത് സാധിക്കുക? ടിനിയൊക്കെ ഇവിടെ ഉണ്ട്, ഞാൻ കണ്ടു. എങ്കിൽ പോലും ഇദ്ദേഹമാണ് അതിനുള്ള ആപ്റ്റായിട്ടുള്ള വ്യക്തിത്വം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് സമയം ഇന്നസെൻ്റ് ഏട്ടനെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ദിലീപായിട്ട് ഞങ്ങൾക്ക് ഓർമ്മകളും പങ്കുവെക്കണം. ഞങ്ങളോട് സാധിക്കുമോ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ സ്വപ്നത്തിൽ എന്നെ ആദ്യം വിളിക്കുന്നു ചിന്തിച്ചില്ല. ആദ്യം തന്നെ ഞാൻ ബ്ലാങ്കായി പോയി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിങ്ങനെ കാണുമ്പോൾ ഇന്നസെൻ്റ് ഏട്ടനെ ഒന്നുകൂടി കാണാൻ പറ്റിയിരുന്നെങ്കിൽ, ഒന്നുകൂടി കേൾക്കാൻ പറ്റിയിരുന്നെങ്കിൽ തോന്നുന്നില്ലേ? ലൈവായിട്ട് ഇല്ലേ രവി ചേട്ടാ? ശരിയാണ്, ഇല്ലേ സാർ? യൂസ് സാർ ശരിയല്ലേ? എല്ലാവർക്കും തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതാണ് ആദ്യം വേണ്ടത്. ബ്ലാങ്ക് ആയാലും കുഴപ്പമില്ല, പറയാൻ പറ്റും. ഇല്ല, ഫീലിങ്സ് ആയിട്ടോ? അല്ലല്ല, ഇങ്ങനെ ഒരു അവസ്ഥയിൽ പിന്നെ ഏട്ടൻ്റെ ആ ക്ലിപ്പിങ്ങൊക്കെ കണ്ടപ്പോൾ ആകെ വേറൊരു മൂഡിലേക്ക് പോയി. കാരണം എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ഇന്നസെൻ്റ്. ഞാൻ അപ്പച്ചൻ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. കാരണം മനസ്സിൽ അത്രയും ആ ഒരു സ്ഥാനമുള്ള ഒരാൾ. ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിനപ്പുറം മിമിക്രിയിൽ ശരിക്കും ഞങ്ങൾ അബി, നാദിർഷ ഒക്കെ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് എന്നെ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങിയത് ഇന്നസെൻ്റിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു കലാകാരൻ എന്നുള്ള രീതിയിലാണ്. ഇന്ന് മലയാള സിനിമയിലെ ഒരുപാട് കലാകാരന്മാരെല്ലാവരും അന്ന് അവരെ പരിചയപ്പെടുത്തിയത് ദിലീപ് ഇന്നസെൻ്റിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആൾ എന്നുള്ള രീതിയിലായിരുന്നു. അതിനുശേഷം ഞാൻ കമൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത കാലഘട്ടം മുതൽ ഇന്നസെൻ്റിനായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകാനും ഒക്കെയുള്ളൊരു ഭാഗ്യമുണ്ടായി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് സിനിമകളിൽ എൻ്റെ ജീവിതത്തിൽ എടുത്തു പറയുന്ന ഒരുപാട് ഹിറ്റുകളിൽ ഇന്നസെൻ്റ് ഏട്ടൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനായിട്ട് ഞാൻ പല സിനിമയിൽ അഭിനയിച്ചു. അപ്പോൾ അതിനേക്കാളൊക്കെ അപ്പുറം നമ്മൾ നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ സാധ്യമാക്കി തന്നതിന് അതിൻ്റെ മുൻപിൽ നിന്ന് ധൈര്യം തന്ന ഒരു വലിയ വ്യക്തി കൂടിയാണ്. നമ്മൾ സിനിമയിലെ തമാശ പറയുന്ന ഒരാൾ എന്നതിനേക്കാൾ ഉപരി ജീവിതത്തെ ഇത്രയേറെ വളരെ പ്രാക്ടിക്കലായിട്ട് അത്രയധികം എക്സ്പീരിയൻസ് ഉള്ള മറ്റൊരാളെ ഞാൻ അടുത്ത് അങ്ങനെ പരിചയപ്പെട്ടിട്ടില്ല. എല്ലാ കാര്യത്തിനും അദ്ദേഹത്തിന് സൊല്യൂഷൻസ് ഉണ്ടായിരുന്നു. ജീവിതത്തെ നിസ്സാരമായി കാണുന്നു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചിരികൾ, അദ്ദേഹത്തിൻ്റെ കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒരിക്കൽ അമ്മയുടെ മീറ്റിംഗ് നടക്കുമ്പോൾ ആ സമയത്ത് ഇന്നസെൻ്റിന് സുഖമില്ലാണ്ടായി ഇരിക്കുന്ന സമയം എല്ലാവരും സങ്കടത്തിലാണ്. അവിടെയുള്ള എല്ലാ കലാകാരന്മാരും സങ്കടത്തിൽ തന്നെയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഒരുപാട് പെൺകുട്ടികൾ ഒക്കെ വന്ന് ഇന്നസെൻ്റിനെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. പിന്നെ ഇന്നസെൻ്റ് എൻ്റെ അടുത്ത് അപ്പം എന്തു പറ്റിയെന്ന് വെച്ചു. ഈ ക്യാൻസർ നേരത്തെ വന്നിരുന്നെങ്കിൽ, കാരണം എന്തോ ഒരു ഉമ്മ എനിക്ക് വെറുതെ പോയി എന്ന് ആ സമയത്തും തമാശയായിട്ടാണ് പുള്ളി എല്ലാത്തിനെയും കാണുന്നത്.
അദ്ദേഹത്തിൻ്റെ ഒരുപാട് പുസ്തകങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. അതുപോലെ നമ്മൾ 2020 എന്ന് പറഞ്ഞ സിനിമ, അതിൻ്റെ നിർമ്മാണ ചുമതല ഞാൻ ഏറ്റെടുക്കുമ്പോൾ എന്നിട്ട് എൻ്റെ അടുത്ത് മലയാളത്തിലെ പ്രമുഖ സംവിധായകനായ പ്രിയൻ സാറ് പറഞ്ഞത്, നീ ഇന്നസെൻ്റ് വാക്ക് പറഞ്ഞാൽ അത് നടന്നിരിക്കും എന്നുള്ളതാണ്. ഇന്നസെൻ്റ് ഏട്ടൻ്റെ ആ ഒരു എന്താ പറയുക, നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ അതിന് ഫുൾ സപ്പോർട്ട് തന്ന് അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വലിയ വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ടുള്ള ബന്ധം, അതിന് ഒരുപാട് കാര്യങ്ങൾ. ഇന്നസെൻ്റിനെ കുറിച്ച് പറഞ്ഞ ഈ കുറച്ച് സമയമൊന്നും പോരാ, അത്ര അധികം സംസാരിക്കാനുണ്ട്. എനിക്ക് മാത്രമല്ല, ഞാൻ ഇന്നലെ വന്ന പോലത്തെ ഈ കുറച്ച് നാളും മുമ്പ് അദ്ദേഹത്തെ പരിചയപ്പെട്ട, പക്ഷെ അദ്ദേഹത്തെ അതിനേക്കാൾ കൂടുതൽ കണ്ട ആളുകൾ ഒക്കെ ഇവിടെയുണ്ട്. അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. എന്തായാലും ഇപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ ഇന്നസെൻ്റേട്ടൻ ഒരിക്കലും മരിക്കുന്നില്ല. അദ്ദേഹം എന്ന് നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. കാരണം സ്ഥിരമായിട്ട് നമ്മൾ നിത്യജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മൾ ഇപ്പോഴും ഇന്നസെൻ്റേട്ടനിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നസെൻ്റേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇവിടെ ക്യാൻ, അതിൻ്റെ ശില്പിയായ സുരേഷ് എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിട്ട് പരിചയമുള്ള ഒരാളാണ്. അദ്ദേഹം നാനയിലുള്ള കാലം മുതൽ അദ്ദേഹം അതിനൊരു മുൻകൈ എടുത്തതിൽ അദ്ദേഹത്തെ ഞാൻ ആശംസിക്കുന്നു, അനുമോദിക്കുന്നു. ഇതൊരു തുടക്കമാവട്ടെ. വലിയ വലിയ ഒരു എന്താ പറയുക, ഇതൊരു കൊച്ചു സദസ്സിൽ നിന്ന് തുടങ്ങുന്ന ഒരു അവാർഡ് നൈറ്റാണ്, അല്ലെങ്കിൽ ഒരു ക്യാൻ അവാർഡ്സ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് വലിയ വിജയത്തിലേക്ക് പോകട്ടെ. ഒരുപാട് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കട്ടെ. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെ നന്മയുടെ നല്ല നാളുകൾ നേരുന്നു. ഈ അവാർഡ് നൈറ്റ് ഗംഭീരമായി മാറട്ടെ. ഇതിലെ കലാകാരന്മാർ ആരൊക്കെയാണ് അവാർഡ് വാങ്ങിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ എന്തായാലും ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അടുത്തതായിട്ട് എനിക്ക് ക്ഷണിക്കേണ്ടത് പി നായരമ്പലം, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്നസെൻ്റ് ഏട്ടൻ്റെ ഓർമ്മകൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നതിനായിട്ട്. എല്ലാവർക്കും നമസ്കാരം. ഇന്നസെൻ്റ് ഏട്ടൻ എൻ്റെ 4 or 5 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കല്യാണരാമൻ, മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, ആകാശഗംഗ എന്നീ ചിത്രങ്ങളാണ്. ഒരു റൈറ്റർ എന്ന നിലയിൽ നമ്മൾ എഴുതി വെക്കുന്ന ഒരു കഥാപാത്രം, അതിൻ്റെ എഴുത്തുകാരനും സംവിധായകനും കാണുന്നതിനേക്കാൾ ഉപരി അതിനെ വളർത്തി വലുതാക്കി സ്ക്രീനിൽ ഒരു മായാജാലം സൃഷ്ടിക്കുന്ന അപൂർവ നടന്മാരിൽ ഒരാളാണ് ഇന്നസെൻ്റ് ഏട്ടൻ. പിന്നെ ഇന്നസെൻ്റ് ഏട്ടൻ്റെ ചെറിയ ചെറിയ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാലുള്ള സംസാരിച്ചിരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന കഥകൾ തന്നെ നമുക്ക് ഊർജ്ജം നൽകുന്നതാണ്. മറ്റുള്ള സിനിമകളിൽ ഉപകരിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളും അദ്ദേഹം ആ ലൊക്കേഷനിൽ നിന്ന് വിവരിക്കാറുണ്ട്. എപ്പോഴും വെറും തമാശകളാണെങ്കിൽ പോലും അതിലൊരു ഫിലോസഫി നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്കൊരു മാനുഷികത, ഒരു ധാർമ്മികതയൊക്കെ കണ്ടെത്താനുള്ള ഒരു തമാശയിലും അതിൻ്റെ അംശങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ വെറും തമാശകളായിട്ട് കാണാതെ തന്നെ അതിൽ ഒരു നന്മയുടെ, ഒരു മനുഷ്യത്വത്തിൻ്റെ വികാരമെല്ലാം ആ തമാശകളിൽ കാണാൻ പറ്റും. പഠിക്കേണ്ട കാര്യങ്ങളും ആ നർമ്മ സംഭാഷണത്തിലുണ്ടാകാറുണ്ട്. അങ്ങനെ വളരെ നർമ്മത്തിലൂടെ ഒരു ഫിലോസഫി പറഞ്ഞ് പോകുന്ന ഒരു അസാധാരണ മനുഷ്യനായിരുന്നു ഇന്നസെൻ്റ് ഏട്ടൻ. നടന്മാരെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ചില നടന്മാർ ജലം പോലെയാണെന്ന് പറയും. കാരണം ജലം ഏത് പാത്രത്തിൽ ഒഴിക്കുന്നുവോ ആ പാത്രത്തിൻ്റെ രൂപം സ്വീകരിക്കുന്ന പോലെ ഏത് കഥാപാത്രത്തിലേക്ക് മാറുമ്പോഴും ആ കഥാപാത്രമായി മാറുന്ന ഒരു സവിശേഷത ഇന്നസെൻ്റ് ഏട്ടനുണ്ട്. കാരണം ഗൗരവമുള്ള കഥാപാത്രമായാലും മുഴുനീള ഹാസ്യ കഥാപാത്രമായാലും അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭദ്രമായിരുന്നു. അതുകൊണ്ട് ഇന്നസെൻ്റ് ഏട്ടൻ എഴുത്തുകാരൻ എന്ന രീതിയിൽ ചില കഥാപാത്രങ്ങൾ ചിന്തിക്കുമ്പോൾ വലിയ നഷ്ടമായിട്ട് തന്നെ അനുഭവപ്പെടാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ മനസ്സ് നമിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.
സത്യേട്ടൻ പറയുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് ബെന്നി ഇത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത്. അദ്ദേഹം പറയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പല സിനിമകളിലുമുള്ള കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിച്ച് വന്ന നടീനടന്മാർ പലരും ഇന്നില്ല നമ്മുടെ കൂടെ എന്നുള്ളത് ഒരു സത്യമാണ്. ആ കഥാപാത്രങ്ങൾ ചെയ്യാൻ അവർക്കേ ആവൂ എന്നുള്ളൊരു തോന്നൽ നമ്മളിലൊക്കെ മലയാളിയിൽ ഉണ്ടാക്കിയിട്ടുമുണ്ട്. അത് തന്നെയാണ് അങ്ങ് പറഞ്ഞത്. ഏതായാലും അമ്മയുടെ സാരഥി പ്രസിഡന്റ് ശ്വേത മേനൻ, ശ്വേത ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്വേതയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ശ്വേത, കുറേ ദിവസം കൂടിയിട്ടാണ് ഞങ്ങൾ കാണുന്നത്, അതിൻ്റെ ഒരു സന്തോഷമാണ്. ശ്വേത, യു ലുക്ക് ബ്യൂട്ടിഫുൾ. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. താങ്ക് യു. സ്ട്രെസ് കൂടുമ്പോൾ ബ്യൂട്ടി ആവും. അല്ല, ഡ്രസ്സിൻ്റെ മാത്രമല്ല, സുന്ദരി തന്നെയാണ്, ഒന്നുകൂടി സുന്ദരിയായി. ഏതായാലും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നത് അമ്മയുടെ തലപ്പത്ത് വന്നിട്ട് ഇങ്ങനൊരു കാര്യത്തിൽ ഇന്നസെൻ്റ് ചേട്ടനെ കുറിച്ച് പറയാനായിട്ട് ഞാൻ ആരുമല്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ സത്യം പറയാൻ എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ ഷോട്ട് ഇന്നസെൻ്റ് അങ്കിളാണ് എൻ്റെ അച്ഛനായിട്ട് അനശ്വരം സിനിമയിൽ അഭിനയിച്ചത്. അപ്പം അങ്ങനത്തെ ഒരു ഭാഗ്യമുണ്ട്. പറയാൻ ആളല്ലാത്തത് തീർച്ചയായിട്ടും പറയണം. ഐ ജസ്റ്റ് ഹാവ് ഒരുപാട് ഇൻസിഡൻറ്റ് ഉണ്ട്. പക്ഷെ ഒരു നമ്മളൊരു ചുരുക്കം പറയാന്ന് പറഞ്ഞാൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇന്ന് ഞാൻ ഇന്നസെൻ്റ് അങ്കിൾ ഇരുന്ന ചെയറിലാണ്. ആ ഒരു ദൗത്യമാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഇന്നസെൻ്റ് അങ്കിൾ ഭയങ്കര നിസ്സാരമായിട്ട് എല്ലാം ചിരി കോമഡി വഴി. അപ്പോൾ എന്താ പറയുക, എല്ലാവരും പറഞ്ഞ പോലെ തന്നെ മൂപ്പരുടെ ഈ ചിരി വഴിയാണ് മൂപ്പര് ഒരുപാട് മെസ്സേജസ് കൊടുക്കാറുണ്ടായിരുന്നത്, ഒരുപാട് കാര്യങ്ങൾ. സോ ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഐ എം ട്രൈങ് ടു ഇംബൈബ്. ആൻഡ് പക്ഷേ യു കാൻ ബി nobody in the way he is. Everybody is becoming so emotional on the stage. ഞാനത് കാണുകയായിരുന്നു. അങ്കിൾ എനിക്ക് തോന്നുന്നു ഓരോ ആർട്ടിസ്റ്റും ഓരോ വ്യക്തിൻ്റെ അടുത്ത് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പായിരുന്നു അങ്കിളുടെ. ആൻഡ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എപ്പോഴെങ്കിലും ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ എൻ്റെ കരിയർ വൈസ് ആണെങ്കിലും പേഴ്സണൽ ആണെങ്കിലും എന്തുണ്ടെങ്കിൽ അങ്കിളിനെ എപ്പോൾ വേണമെങ്കിൽ ആരെയും വിളിക്കാം, ആർക്ക് വേണമെങ്കിൽ വിളിക്കാം. അങ്കിൾ വാസ് ഓപ്പൺ ടു ഓൾ. ആൻഡ് ഐ തിങ്ക് ദ ലാസ്റ്റ് ഞാൻ അങ്കിളിനോട് സംസാരിച്ചത് ഐ തിങ്ക് ഒരു 45 days ബിഫോർ അങ്കിൾ ഹോസ്പിറ്റലിൽ പോയാണ്. എനിക്ക് ആ ലാസ്റ്റ് കുറച്ച് വാക്കുകൾ ഇപ്പോഴും ഓർമ്മയുണ്ട്. എടാ, നീ ഈ ഇലക്ഷനിൽ നിൽക്കണം. എന്നെ ആദ്യം ഈ ഇലക്ഷനിൽ നിൽക്കാൻ വേണ്ടി പ്രചോദിച്ച 2 ആൾക്കാരുണ്ട്. ഒന്ന് കുട്ടേട്ടൻ, ഒന്ന് അജു വർഗീസ്. ഈ 2 പേരാണ് എന്നെ ഏറ്റവും ജാസ്തി മോട്ടിവേറ്റ് ചെയ്തത്. ഫ്രം ബിഹൈൻഡ് ഇറ്റ് വാസ് ഇന്നസെൻ്റ് അങ്കിൾ. 2 പേരും ഫെമിനിസ്റ്റുകളാണെന്ന് മനസ്സിലായി അല്ലേ? കുട്ടേട്ടനും അജുവും ഒരു സ്ത്രീ തലപ്പത്ത് വരുന്നതിൽ സന്തോഷമുള്ളതുകൊണ്ടാണല്ലോ അല്ല. പക്ഷെ അതിൻ്റെ വീട്ടിൽ നിന്നും ഏറ്റവും ജാസ്തി എന്നെ ഇന്നസെൻ്റ് അങ്കിൾ ശ്രീനെ വിളിച്ചിട്ടെല്ലാം പറഞ്ഞത്. സോ ഇറ്റ്സ് ലൈക്ക് സംതിങ് ഐ ഡോണ്ട് നോ അവരെന്താ കണ്ടത്. അത് ശരിയാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ശ്വേത, അല്ലേ? ശരിയല്ലേ? നിങ്ങളാണ് പറയേണ്ടത്. ഓക്കെ. ഫസ്റ്റ് ഡേ എന്നെ മലയാളത്തിൻ്റെ ഡയലോഗ്, എൻ്റെ ഫസ്റ്റ് ഷോട്ട് അനശ്വരം സിനിമേൻ്റെ ആദ്യത്തെ ഷോട്ട് ഉണ്ടായിരുന്ന ഇന്നസെൻ്റ് അങ്കിളും സുകുമാരി ആൻറ്റീൻ്റെ കൂടെ ആയിരുന്നു. ആൻഡ് അന്ന് എനിക്ക് മലയാളം തീരെ അറിയണ്ടായിരുന്നില്ല. ആൻഡ് അതൊക്കെ ഹൗ അങ്കിൾ, അത് ഒരു ആംഗ്ലോ ഇന്ത്യൻ ക്യാരക്ടർ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ഒരു മംഗ്ലീഷ് രീതിയിൽ, ഇന്നും അങ്ങനെ തന്നെയാണെങ്കിലും പക്ഷേ അന്ന് തീരെ അറിയണ്ടായിരുന്നില്ല. സോ അതൊക്കെ ഓർക്കുന്നു ഇന്നിവിടെ നിൽക്കുമ്പോൾ. യെസ്, ഐ എം സോ ഹാപ്പി ദാറ്റ് ആക്ച്വലി ഹീ ഈസ് നോട്ട് എ കമീഡിയൻ, ഹീ ഈസ് എ ബെസ്റ്റ് പേഴ്സണാലിറ്റി. അതാണ് ഞാൻ പറയുക. ഈസ് നോട്ട് കമീഡിയൻ. ആൻഡ് ഐ തിങ്ക് ദ ബെസ്റ്റ് വൺ വിൻ, അത്രേ പറയാനുള്ളൂ. ഓൾ ദ വെരി ബെസ്റ്റ് ടു ഓൾ ദ നോമിനീസ് ആൻഡ് മേ ദ ബെസ്റ്റ് വൺ വിൻ. രാജീവ് ഏട്ടനാണ് നമ്മളുടെ ജൂറി ഹെഡ്. സോ ഐ എം ഷുവർ ഹീസ് ഡൺ എ ഫാൻറ്റാസ്റ്റിക് ജോബ്. എനിക്കറിയാം ശ്വേത ഈ ഒരു പ്രോഗ്രാമിൻ്റെ തുടക്കം മുതൽ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്ത് നിന്ന ഒരാളാണ്. നോമിനീസ് ആരാണെന്നും അറിയാം. എന്തായാലും ആരാണ് വിജയി എന്നുള്ളത് നമുക്ക് അതറിയില്ല. വിജയി ആരാണെന്നുള്ളത് നമ്മൾ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അനൗൺസ് ചെയ്യും. അതിലേക്കാണ് എത്തുന്നത്. എനിക്കറിയാം ഈ കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട്
ഇങ്ങനെയൊരു സ്റ്റേജിൽ വന്ന് ഇന്നസെൻ്റ് ഏട്ടനെ കുറിച്ച് പറയാൻ കഴിയുക എന്ന് പറയുമ്പോൾ ഒരു മിക്സ്ഡ് ഇമോഷൻസ് ആയിരിക്കും. എങ്കിലും ആ ഓർമ്മകളുടെ മുന്നിൽ നമുക്ക് നമസ്കരിക്കാം അല്ലേ? താങ്ക് യു ശ്വേത. താങ്ക് യു സോ മച്ച്. ഇന്നസെൻ്റ് ഏട്ടൻ്റെ കൂടെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരുപാട് പേര് ഇവിടെയുണ്ട്. നമുക്കറിയാം, നമ്മൾ നരേൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നരേൻ്റെ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ പറഞ്ഞു കിടപ്പുണ്ട് ഇന്നസെൻ്റ് ഏട്ടൻ്റെ കൂടെയുള്ള അഭിനയം. അതുകൊണ്ട് തന്നെ നരേനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് വേദിയിലേക്ക് ആ ഓർമ്മകൾ പങ്കുവെക്കുന്നതിനായിട്ട്. എല്ലാവർക്കും വിനീത നമസ്കാരം. ദിലീപേട്ട പറഞ്ഞ പോലെ എത്രയോ സീനിയേഴ്സ് ഉണ്ട് ഇവിടെ. എനിവേയ്സ്, ഞാൻ എൻ്റെ കരിയർ തുടങ്ങുമ്പോൾ തന്നെ ഇന്നസെൻ്റ് ചേട്ടൻ്റെ കൂടെ അഭിനയിക്കാനൊരു അവസരം ലഭിച്ചു. അച്ചുവിൻ്റെ അമ്മ എന്ന് പറഞ്ഞ സിനിമയിൽ. ഒരുപക്ഷെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടങ്ങളിലും ഞാൻ ചിലവഴിച്ച സമയങ്ങളും, അതും പ്രത്യേകിച്ച് ഇന്നസെൻ്റ് ചേട്ടൻ്റെ കൂടെ ചിലവഴിച്ച സമയങ്ങൾ എപ്പോഴും മനസ്സിൽ മെമ്മറബിളാണ്. അദ്ദേഹം അന്ന് ആ സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴും അതിന് ശേഷമുള്ള സമയങ്ങളിലൊക്കെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നത് ഇതാ സത്യൻ്റെ പടത്തിലെ നായകൻ അല്ലെങ്കിൽ സത്യൻ്റെ പടത്തിൽ അഭിനയിക്കുന്ന ആൾ എന്നുള്ള രീതിയിലായിരുന്നു. ഒരുപക്ഷെ സത്യൻ സാറിനായിട്ട് അത്രയും ക്ലോസ് ആയതുകൊണ്ടായിരിക്കാം. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 3-4 വർഷം കഴിഞ്ഞു, തമിഴിലേക്ക് പതുക്കെ പോയ സമയത്ത് ഇന്നസെൻ്റ് ചേട്ടൻ ഇടയ്ക്ക് വിളിച്ച് മീറ്റ് ചെയ്യുമ്പോൾ ചോദിക്കുമായിരുന്നു, ഇങ്ങനെ നിന്നെ ഇപ്പോൾ ഇവിടെ കാണാറില്ലല്ലോ. ഞാൻ പറഞ്ഞു ഇങ്ങനെ തമിഴ്നാട്ടിലാണ്. വീണ്ടും 1-2 വർഷത്തിന് ശേഷം പുള്ളി, അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയുണ്ട്, അങ്ങനെ അവിടെ സിനിമകളൊക്കെ കിട്ടുന്നുണ്ടോ? ഇന്നസെൻ്റ് ചേട്ടാ. വീണ്ടും വർഷങ്ങൾക്ക് ശേഷം പുള്ളി ഇതുപോലെ, അതെ ഇവിടുന്ന് പോയ പലവർക്കും അവിടെയും ഇവിടെയും ഇല്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇങ്ങനത്തെ പല കാര്യങ്ങളും പുള്ളി വളരെ തമാശ രൂപേണ പറയണമെങ്കിലും ചിലപ്പോൾ നമ്മൾക്കത് കൊണ്ടുവന്ന് വരും. ആൻഡ് പക്ഷെ ഇതെല്ലാം ഒന്ന് ആലോചിക്കും നമ്മൾക്ക്. കാരണം നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴായിരിക്കും പുള്ളി വളരെ സട്ടിലായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഈ എല്ലാവരും പറയുന്ന പോലെ തന്നെ ദർ ഇസ് സംതിങ് ബിഗ് ഇൻ ഹിം. ആൻഡ് അത് വളരെ വളരെ സട്ടിലായ രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചിരുന്നത്. എനിക്ക് ഉള്ള ഏറ്റവും വലിയ മെമ്മറി, ഞാനത് എൻ്റെ പല ഫ്രണ്ട്സിൻ്റെ അടുത്തും പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ ആദ്യം അദ്ദേഹത്തെ കാണുന്നത്, ഞാൻ അസിസ്റ്റൻറ്റ് ക്യാമറമാനായിട്ട് രാജീവ് മേനോൻ സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഒരു ആഡിന് വേണ്ടി ഇന്നസെൻ്റ് ചേട്ടൻ്റെ വീട്ടിലേക്ക്, ഇന്നസെൻ്റ് ചേട്ടൻ്റെ വീട്ടിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. ഇന്നസെൻ്റ് ചേട്ടൻ്റെ വീടാണ് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ആഡിന് വേണ്ടി ഷൂട്ട് ചെയ്തത്, ഇരിഞ്ഞാലക്കുടയിൽ. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇന്നസെൻ്റ് ചേട്ടനെ കാണുന്നു. ഈ ഗോഡ് ഫാദർ മുതൽ കിലുക്കം, പൊന്മിട്ടുന്ന താറാവ്, എല്ലാ പടങ്ങളും മനസ്സിൽ വന്ന് ഞാൻ ഐ വാസ് ലൈക്ക് സ്റ്റണ്ട്. ബാക്കിയുള്ള അസിസ്റ്റൻസൊക്കെ നോർത്ത് ഇന്ത്യൻസും തമിഴന്മാരൊക്കെ ആയിരുന്നു. ഞാൻ മാത്രമായിരുന്നു മലയാളി, തൃശ്ശൂർക്കാരനും. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ ഇദ്ദേഹത്തെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ അന്ന് കണ്ടൊരു കാര്യം, ഇറ്റ് ഇസ് എ ഭയങ്കര സന്തോഷം നൽകുന്നൊരു കാര്യമായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങളെ കണ്ട ഉടനെ ഞങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യണു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഇലക്ട്രീഷ്യൻ വരുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് അതേപോലെ ബിഹേവ് ചെയ്യണു. പറമ്പ് കിളയ്ക്കാനതിൽ ഒരാൾ വരുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് അതേപോലെ ബിഹേവ് ചെയ്യണു. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം രാജീവ് മേനൻ സർ വന്നു. അപ്പോൾ ഞങ്ങളുടെ ഗുരുനാഥനാണല്ലോ. അപ്പോൾ ഞങ്ങളൊക്കെ ഭയങ്കര വിനയത്തോടു കൂടി രാജീവ് സാറിനെ കണ്ടപ്പോഴും എന്നെ എങ്ങനെ ഗ്രീറ്റ് ചെയ്തു അതേപോലെ ഒരു ഭാവ വ്യത്യാസവും ഇല്ലാണ്ട് രാജീവ് സാറിനെയും ഗ്രീറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അന്ന് വൈകുന്നേരം തന്നെ അവിടുത്തെ MLA എവിടെയോ അടുത്തുള്ളൊരു MLA അദ്ദേഹത്തിൻ്റെ ടീമും വന്നു. ഇവരെയും ഇതുപോലെ തന്നെ ഗ്രീറ്റ് ചെയ്യുന്നു. ദിസ് വാസ് സംതിങ് ന്യൂ. കാരണം ഒരു ഡിഫറൻസും ഇല്ലാണ്ട്, വലുതോ ചെറുതോ, ദർ ഇസ് നത്തിങ് ഇൻ ഹിം. ഹീസ് ദ സെയിം. ഈ ക്വാളിറ്റി ഞാൻ നമ്മൾ സാധാരണ അറ്റ്ലീസ്റ്റ് നമ്മുടെ റിയാക്ഷനെങ്കിലും മാറുമല്ലോ ഓരോരുത്തരെ. ഇദ്ദേഹം ഇറ്റ്സ് ദ സെയിം ഫോർ ഹിം. അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ എനിക്ക് തോന്നുന്നു സിനിമ ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ മാത്രമായിരുന്നു അദ്ദേഹം എക്സ്പ്രസ് ചെയ്തിരുന്നത്. സോ അങ്ങനെ ഒരു വലിയ മനസ്സ് ഇദ്ദേഹത്തിലുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഇസ് സംതിങ് ലൈഫ് ലോങ് നമുക്കൊക്കെ എല്ലാവർക്കും എടുക്കാവുന്നൊരു കാര്യമാണ്. ആൻഡ് ഈ പറഞ്ഞ പോലെ അമ്മ മീറ്റിങ്ങിലൊക്കെ ഞങ്ങളെല്ലാവരും പലവരും സംസാരിക്കുമെങ്കിലും ഇന്നസെൻ്റ് ചേട്ടൻ്റെ സംസാരം കേൾക്കാൻ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നതാണ്. അത് ഈ ഇന്നസെൻ്റ് ചേട്ടൻ്റെ പേരിൽ ഇങ്ങനൊരു അവാർഡ് ഫങ്ഷൻ, അത് സുരേഷ് ചേട്ടന് വളരെ നന്ദി, സന്തോഷം. കാരണം എനിക്ക് ഇതിൽ പല കാറ്റഗറീസും ഉണ്ടായിരിക്കാം. ബെസ്റ്റ് കോമഡി എന്നുള്ള കാറ്റഗറിയിൽ എനിക്കൊക്കെ അങ്ങനെ ഒരു
അവസരം ലഭിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ തീർച്ചയായിട്ടും ഈ ഇന്നസെൻ്റ് ചേട്ടൻ്റെ ഈ അവാർഡിലൊരു ബെസ്റ്റ് കോമഡിയൻ അവാർഡ് എപ്പോഴെങ്കിലും എനിക്ക് കിട്ടിയാൽ ഒരു ആഗ്രഹമുണ്ട്. കാരണം നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളുടെ ഒരു പേരിൽ ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ എനിവേയ്സ് ഇത് നടത്തുന്നതിൽ വളരെ സന്തോഷം. ആൻഡ് ഇറ്റ്സ് എ വെരി ഇമോഷണൽ മൊമെൻറ്റ് അറ്റ് ദ മൊമെൻറ്റ്. താങ്ക് യു വെരി മച്ച്. സന്തോഷം. ഇനി എനിക്ക് വിളിക്കാനുള്ളത് ഇന്നസെൻ്റ് ഏട്ടനെ കുറിച്ച് പറയാനായിട്ട് ടിനിയാണ്. ടിനി, ഇന്നസെൻ്റ് ഏട്ടനെ കുറിച്ച് പറയാൻ ഏറ്റവും ചെറിയൊരാളാണ് ഞാനിവിടെ. പക്ഷേ ഞാൻ വളരെ ചെറുപ്പത്തിലെ പരിചയപ്പെട്ട ഒരു സിനിമാ താരമാണ്. അതിന് കാരണമുണ്ട്. അദ്ദേഹം ആദ്യം എന്നോട് ചോദിച്ചത് പേരെന്താണ്, ടിനി ടോം എന്ന് പറഞ്ഞപ്പോൾ ഇതെന്താടാ വിഷത്തിനടിക്കുന്ന പേരാണല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് വേറെ ടിക്ടോക്ക് എന്ന് പറഞ്ഞ് വേറൊരു എന്തോ മരുന്നാണ്. നിൻ്റെ പള്ളിയിലെ പേരെന്താ? ദേവസി. അതിലും നല്ലത് ഇതാന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ആലിസ് ആൻറ്റി എൻ്റെ കുടുംബത്തിൽ നിന്നുള്ളതാണ്, ഞങ്ങൾ റിലേഷനാണ്. അപ്പോൾ ഒരു വിഷുവിന് രഞ്ജിനിയായിരുന്നു അന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നതെന്ന് തോന്നുന്നത്. കൗമുദിയുടെ എന്തോ ഒരു പരിപാടിക്ക് ഞാൻ പറഞ്ഞു ഇന്നസെൻ്റ് ഏട്ടനൊന്ന് പറയണം, നമ്മൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്നെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വീട്ടീസിലെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ ICUവിൽ കയറിയിട്ട് പിന്നെ വന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് പറയാൻ സാധിച്ചില്ല. ഞാൻ പറയുന്നതിൽ കാര്യമില്ല, ഞാൻ ഇന്നസെൻ്റ് ഏട്ടനായിട്ട് ബന്ധുവാണെന്ന്. അപ്പോൾ ഇന്ന് പറഞ്ഞു ആലീസ് ആൻറ്റി വരില്ല എന്ന് പറഞ്ഞു. കാരണം ഇന്നസെൻ്റ് ഏട്ടൻ്റെ ഏതൊരു ചിത്രം കണ്ടാലും ചേച്ചിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ പരിപാടിക്കും വരില്ല എന്ന് എനിക്ക് സുരേഷിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു തോന്നല്ലേ? ശരിയാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു ഫീലിംഗ് ഉള്ളതാണ്. അപ്പോൾ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കാരണം ഇന്നസെൻ്റ് ഏട്ടൻ അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഇന്നസെൻ്റ് ഏട്ടനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞുന്ന കമ്മിറ്റിയിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ പറയാം എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി പുള്ളി. എല്ലാവരും വിചാരിച്ചേക്കണത് ഞാൻ പോയതോടുകൂടി അമ്മേലെൻ്റെ ശല്യം തീർന്നെന്നാണ്. എന്നേക്കാൾ വലിയൊരു വിഷപ്പാമ്പിനാണ് ഞാനിവിടെ വെച്ചിട്ട് പോകണമെന്നുള്ളത് പറയാമെന്നും പറഞ്ഞു പോയതാണ്. പക്ഷേ പിന്നീട് എനിക്ക് അങ്ങനൊരു സന്ദർഭം കിട്ടിയില്ല. അപ്പോൾ അതുമാത്രം ഞാൻ ഷെയർ ചെയ്യുന്നു. പക്ഷേ ഇന്നസെൻ്റ് ഏട്ടൻ പോയിട്ടില്ല. കാരണം നമ്മൾ അമ്മയുടെ ഓഫീസിൽ ചെല്ലുമ്പോൾ തന്നെ ഞാനൊരു കട്ടൗട്ടർ വെച്ചിട്ടുണ്ട്. അത് എൻ്റെ ഒരു സുഹൃത്ത് ഡാവിഞ്ചി സുരേഷ് ചെയ്തു തന്നാണ്. അതിപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ശ്വേതക്ക് അറിയാമല്ലോ അതിപ്പോഴും. എപ്പോഴും ഞങ്ങൾ രാത്രിയൊക്കെ ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ നോക്കും. കാരണം അതേ സൈസിലാണ് വെച്ചിരിക്കുന്നത്. കാരണം ഇന്നസെൻ്റ് ഏട്ടൻ വന്ന് നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ടത്. അത് നമ്മുടെ മനസ്സിലും എല്ലായിടത്തും അതുപോലെ തന്നെ എല്ലാവരുടെ മനസ്സിലും അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ടിനി, ഇതിപ്പോൾ ചോദിക്കണത് ശരിയാണോന്ന് അറിയില്ല, എങ്കിലും ഇന്നസെൻ്റ് ഏട്ടൻ പൊതുവേ എല്ലാ കാര്യങ്ങളിലും ചിരി കണ്ട ഒരാളാണ്. എത്ര ടെൻഷൻ്റെ ഇടയിലും അദ്ദേഹം ചിരിക്കും. നമുക്ക് ഇന്ന് ചിരിക്കാൻ പറ്റുന്നില്ല ഇന്നസെൻ്റ് ഏട്ടനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ചിരിക്കേണ്ടത് കൂടി അല്ലേ? ഇന്നസെൻ്റ് ഏട്ടൻ്റെ കഥകൾ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ലൊക്കേഷനിലൊക്കെ ഷെയർ ചെയ്യുന്നത്. ഞാൻ ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞൊരു കഥയുണ്ട്, അത് പുറത്ത് വന്നിട്ടില്ല. പക്ഷെ അത് പറയാമോ എന്നറിയില്ല, എന്നാലും ഞാൻ ഷെയർ ചെയ്യാണ്. ആവശ്യമില്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് കളഞ്ഞേക്കാം, എന്നെ ഏറി കയറ്റാണ്ടിരുന്നാൽ മതി. കാരണം അദ്ദേഹം ആലീസ് ആൻറ്റി ആയിട്ടാണ് ലാസ്റ്റ് ഞങ്ങൾ അബാദിൽ വെച്ചിട്ട് ഒരു റിഹേഴ്സൽ കിടക്കുമ്പോൾ ആലീസ് ആൻറ്റി ഒരുമിച്ച് ഇങ്ങനെ വരിക, ഇങ്ങനെ പതുക്കെ വയ്യ കുറല്. അപ്പോൾ എന്നെയും ഇങ്ങനെ കണ്ടപ്പോൾ നമ്മൾ അന്നത്തെ മെമ്പേഴ്സിനെ കണ്ടപ്പോൾ പറഞ്ഞു, നീയൊക്കെ വിചാരിക്കും അമ്മയുടെ ചിലവിൽ ഞാനും ആലീസും കൂടി വന്നിട്ട് അബാദിൽ ഈ സ്റ്റാർ ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുകയാണെന്ന്. അതല്ല കേട്ടോ, വീട്ടിലൊരു തെങ്ങേറ്റക്കാരൻ വരുന്നുണ്ട്, അവനും ആലീസുമായിട്ട് എന്തെങ്കിലും സംബന്ധമുണ്ടോ എന്നൊരു സംശയമുണ്ട്, അതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നിന്നെ പോലെ കുറേ എണ്ണത്തിനെ കണ്ടപ്പോൾ അതിനേക്കാൾ വലിയ അപകടമാണ്, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകാമെന്നും പറഞ്ഞിട്ട് പോയ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്പോണ്ടേനിയസ് ആ സ്പോട്ടിൽ പറഞ്ഞതാണ്. അപ്പോൾ അതുപോലെ ഇനി ഒരാളില്ല. അതെ, ഇന്നസെൻ്റ് ഏട്ടന് പകരം വയ്ക്കാനായിട്ട് ആരുമില്ല എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് ടിനിക്കൊക്കെ ഇനിയും ഒരുപാട് പറയാനുണ്ടാവും. അല്ലല്ല, നമ്മൾ ലൊക്കേഷനിലൊക്കെ ഷെയർ ചെയ്യുന്നത് ഇന്നസെൻ്റ് ഏട്ടൻ പറഞ്ഞ കഥകൾ തന്നെയാണ് റിപ്പീറ്റ്. പക്ഷേ ഇന്ന് ലൊക്കേഷനിൽ വരാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ഇനി പറയാം, നമുക്ക് അവസരം ഉണ്ടാവും. എന്തായാലും നമുക്ക് ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു ആജു. ഇപ്പോൾ വന്നതുകൊണ്ട് നമ്മളിപ്പോൾ സീരിയസ് ആയിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഇവിടെ വരാൻ കാരണം സുരേഷാണ്. സുരേഷിൻ്റെ പിന്നാലെ ഞാൻ നടന്നിട്ടുണ്ട്, ഒരു റൈറ്റപ്പിനും ഒരു ഫോട്ടോനും. ആ സുരേഷ് ഏട്ടൻ എന്നെ ഇത് പരിപാടിക്ക് വിളിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. എൻ്റെ അടുത്ത് വന്നപ്പോൾ അജുവിൻ്റെ ഒരു സംശയം, ദിലീപ് ഏട്ടനെ നീ എന്ന് പറഞ്ഞ് വിളിച്ചു, അത് ശരിയായോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് വിഷ്ണു പറഞ്ഞു അവർ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളതാണ്. അത് കഴിഞ്ഞപ്പോൾ ബെന്നിച്ചേട്ടൻ വന്നപ്പോഴും അവൻ എന്തോ വിളിച്ചു. ഒരിക്കലും അജു ചോദിച്ചു, ഈ പുള്ളിക്കാരി എല്ലാവരും ഒപ്പം പഠിച്ചിട്ടുള്ളത്? എൻ്റെ അജു ഒരിക്കലും ഇല്ല കേട്ടോ. അജു
ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇത്രയും പബ്ലിക്കിന് മുന്നിൽ പറയുകയാണ്, എല്ലാ റെസ്പെക്റ്റോടു കൂടി തന്നെയാണ്. പക്ഷേ എനിക്ക് എന്താ പറയുക, ഒരു 10-12 വയസ്സ് മുതലുള്ള എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. അതുകൊണ്ട് ചിലപ്പോൾ ജനപ്രിയ നായകനാണെങ്കിലും ഒക്കെ ആണെങ്കിലും എനിക്ക് അതിനപ്പുറത്തേക്ക് വിളിക്കാൻ പറ്റുന്നില്ല. ബഹുമാനം എന്ന് പറയുന്നതിലേക്ക് അദ്ദേഹത്തിൻ്റെ കഴിവിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ എനിക്ക് ചിലപ്പോൾ കൂട്ടുകാരനെ, ഏറ്റവും അടുത്ത കൂട്ടുകാരനെ നമ്മൾ അങ്ങെന്ന് പറഞ്ഞ് സംബോധന ചെയ്യാൻ പറ്റുമോ? സാധിക്കില്ലല്ലോ. നിനക്കത് മനസ്സിലാവുന്നില്ലേ? ചെറിയൊരു കിളി പോയിട്ടുണ്ടോ? അല്ലാതെ ഞാൻ ഒരിക്കൽ ചെറിയൊരു കിളി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇന്ന് വന്നപ്പോൾ മുതലേ. കാരണം ശ്വേത പറഞ്ഞത് എന്താണ് ഗ്ലാമർ കൂടുതലെന്ന് പറഞ്ഞപ്പോൾ സ്ട്രെസ്സിൻ്റെ എന്ന് പറഞ്ഞപ്പോൾ ആ ഡ്രസ്സിൻ്റെ മാത്രമല്ല എന്ന് തിരിച്ചു പറഞ്ഞത്. ഡ്രസ്സ് എന്നല്ല, സ്ട്രെസ് എന്നാണ്. ഞാൻ കേട്ടതിന്റെ തകരാറായിരിക്കും. സ്ട്രെസ് ഒന്നും ശ്വേത ചിരിച്ചോണ്ടിരിക്കുക. ശ്വേതയ്ക്ക് ഒരു സ്ട്രെസ്സും ഇല്ല. ഡ്രസ്സ് ശ്വേതക്ക് സ്ട്രെസ് എന്താണെന്നറിയോ? ഇനി ആരെങ്കിലും അല്ലല്ല, ഇപ്പൊ ഒരാള് ഹഗ് ചെയ്തിട്ട് ഏറി കയറിണ്ട് ചെറിയ ഫിലിപ്പ്. ശ്വേതക്ക് ഇന്ന് ഹഗ് ചെയ്യാൻ വന്നിട്ട് ആർക്കെങ്കിലും തിരിച്ചു കൊടുത്തില്ലെങ്കിൽ പണി കിട്ടുമെന്നുള്ളൊരു സ്ട്രെസ്സാണ്. ശ്വേതയുടെ ട്രേഡ് മാർക്ക് എന്താണെന്നറിയോ? ശ്വേത എല്ലാരെയും ഹഗ് ചെയ്യും. അല്ലേ ശ്വേത? ഇല്ല, നിർത്തി, ഇന്നലത്തോടു കൂടി നിർത്തി. ഒന്നുമില്ല, ശ്വേത ഇനിയും ഹഗ് ചെയ്യും. പിന്നെ ഞങ്ങൾ 2 സ്ത്രീകൾ ഹഗ് ചെയ്ത എന്ത് പ്രശ്നം? അതല്ല, ഒരു പുരുഷൻ ഹഗ് ചെയ്യാൻ വന്നപ്പോ അകറ്റി മാറ്റി നിർത്തി സ്ത്രീകള്. ഒരു സ്ത്രീ ഹഗ് ചെയ്യാൻ വരും നമ്മൾ തിരിച്ചു. അല്ല, ആ വിഷയം നമുക്കിപ്പോ തൽക്കാലം പറയണ്ട. ശ്വേത ഇനിയും ഹഗ് ചെയ്യും, ഇനിയും ഹഗ് ചെയ്തോണ്ടേ ഇരിക്കും. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, അല്ല, ശ്വേതനെ റെക്കമെൻഡ് ചെയ്ത 2 പേരാണ്. അജു ഉണ്ട്, പിന്നെ ആരാ പറഞ്ഞു, കുട്ടേട്ടൻ. അവര് ഫെമിനിസ്റ്റാന്ന് ചോദിച്ചാൽ എന്തിനത്? ഫെമിനിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ്. എന്തോ ഒരു പെണ്ണിനെ സപ്പോർട്ട് ചെയ്തപ്പോ ഫെമിനിസ്റ്റ് ആവൂ? ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവിടെ 2 പേരും ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ രതി നിർവേദം സിനിമ നടക്കുന്ന സമയത്ത് രാജു ചേട്ടനും ഇവിടെ ഉണ്ട്, ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ രാജു ചേട്ടനും ശ്വേത അതിനകത്ത് രതി ചേച്ചിയാണല്ലോ. അപ്പോൾ അവസാനത്തെ ദിവസം ഇത്രയും പറഞ്ഞോട് ഹഗ്ഗിനെ കുറിച്ച് പറഞ്ഞോട് പറയൂ കേട്ടോ. ലാസ്റ്റത്തെ ദിവസം ഞാനും ഹസ്ബൻഡും അവിടെ ഉണ്ട്, മോൾ അതിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ശ്വേത ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പോൾ രാജു ഏട്ടാന്ന് പറഞ്ഞിട്ട് വന്ന് ശ്വേത വന്ന് ഹഗ് ചെയ്തത് എൻ്റെ ഹസ്ബൻഡിനെയാണ്. അപ്പം നമ്മുടെ ഈ രാജുചേട്ടൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ രാജുചേട്ടൻ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുക. ശ്വേത ഇങ്ങനെ ഓടി വന്നിട്ട് ഹഗ് ചെയ്യാനായിട്ട് ഇവരെ രാജുചേട്ടാന്ന് വിളിച്ചപ്പോൾ നമ്മുടെ ഈ രാജുചേട്ടൻ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഓടി വന്ന് ശ്വേത പോയിട്ട് അപ്പുറത്തെ രാജുചേട്ടനെ ഹഗ് ചെയ്തു. എന്താ പറയുക? അപ്പോൾ രാജുചേട്ടന് ഓർമ്മയില്ല കഥ? ഒട്ടും ഓർമ്മയില്ല. കെട്ടിപ്പിടിക്കാത്തതുകൊണ്ട് ഓർമ്മയില്ല. അതെ അതെ അതെ. അപ്പൊ ശ്വേത ഇതുപോലെ തന്നെ ഒരു സംഭവം ഒന്ന് കെട്ടിപ്പിടിക്കണം കേട്ടോ രാജേട്ടനെ, ഉറപ്പായിട്ടും. അങ്ങനത്തെ പ്രശ്നമൊന്നും. ഇതൊരു കുടുംബമാണ്, നമ്മളെല്ലാവരും ഒരു കുടുംബമാണ്, അല്ലേ ടിനി? അതെ അതെ അതെ. ഇനിയുള്ളൊരു ഹഗ്ഗിങ്ങിന്റെ ആളാണ് ഇരിക്കുന്ന ആൽവിൻ ചേട്ടൻ. ഇവിടെ ഇങ്ങനെ സീറ്റ് ഇട്ടപ്പോൾ ശ്വേത പറഞ്ഞു, ഞാൻ ജോഷ് സാറിന്റെ ഫ്രണ്ടിൽ ഇരിക്കൂല, എല്ലാവർക്കും ഇരിക്കാൻ പേടിയാ. ആൽവിൻ ചേട്ടനെ വന്നിരുന്നത്. അപ്പോൾ വിഷ്ണു ഉണ്ണികൃഷ്ണൻ പറഞ്ഞ്, ആൽവിൻ ചേട്ടൻ ഫ്രണ്ടിലിരുന്നാൽ കുഴപ്പമില്ല, ആരെങ്ങളുടെ പുറകിലിരിക്കുന്നതാണ് ഭീകരത ഉണ്ടാവുന്നത്, അതുകൊണ്ട് പുള്ളി ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നതാണ് സുരക്ഷിതം എന്ന് പറഞ്ഞ്. എന്തായാലും ആൽവിൻ ചേട്ടനും ഹഗ്ഗിങ്ങിൻ്റെ ഒരാളാണ് അല്ലേ? നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ? അപ്പൊ പിന്നെ നമ്മളൊക്കെ തമ്മിൽ സുഹൃത്തുക്കളും സഹോദരങ്ങളും. നമ്മൾ പറഞ്ഞു വന്ന കാര്യം മാറി, നമ്മൾ 2 പേരും കിളി പോയി. അതിപ്പോ എന്റെ കിളി പോയി തന്ന്. അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ പ്രത്യേകിച്ച് ക്യാൻ സുരേഷിന് ഇങ്ങനെ ഒരു, അത് ഇന്നസെന്റ് ഏട്ടന് വേണ്ടി ഒരു അവാർഡ് വരികയും ഇത് ഉണ്ടാകാതിരുന്നത് തിരിച്ചുകൊണ്ടിരുന്നത് കോമഡീൻ്റെയൊക്കെ റെപ്രസെൻറ്റേറ്റീവ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഇതിന് ഒരു പ്രോത്സാഹനം കൊടുത്തു. തുടർന്ന് അങ്ങോട്ട് ഉണ്ടാവണം എന്ന് അപേക്ഷിക്കുന്നു. എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാവും, നമ്മുടെ സമീപം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്. ഇൻഷാ അല്ലാ ഈ സംസ്ഥാന മികച്ച കോമഡിയൻ്റെ അവാർഡ് ലഭിക്കുന്നത് ആരാന്നറിയില്ല, ഇപ്പോഴും സംശയത്തിലാണ്. രാജീവ്കുമാർ സാർ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്, പെട്ടതുപോലെയാണ്. അപ്പോൾ ആ ഒരു സമ്മാനാർഹനെ പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. താങ്ക് യു. ഇനി നമ്മൾ ഈ രാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുകയാണ്. അതായത് പ്രഥമ ഇന്നസെൻറ്റ് പുരസ്കാര സമർപ്പണം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് പേര് അതിന് നോമിനേഷൻ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും നല്ല കലാകാരന്മാരാണ് അവരെല്ലാവരും തന്നെ. പക്ഷേ അതിലൊരാൾക്കേ നമുക്ക് സമ്മാനം കൊടുക്കാൻ സാധിക്കുള്ളൂ. ആ നോമിനേഷൻ വീഡിയോ നമുക്കൊന്ന് കാണാം.
നോമിനീസിനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി ആരാണ് വിജയി, ഈ വർഷത്തെ വിജയി എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് അനൗൺസ് ചെയ്യാൻ, ആരാണെന്ന് അനൗൺസ് ചെയ്യാനായിട്ട് രാജീവേട്ടനെ, ശ്രീ ടി കെ രാജീവ് കുമാർ അവർകളെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. രാജീവേട്ട. സാധാരണ ഏറ്റവും കുഴപ്പം പിടിച്ച ഒരു പരിപാടിയാണ് ഈ ജൂറി ആയിട്ടിരിക്കുക എന്നുള്ളത്. ഇതിപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സുരേഷ് പഴയ സുഹൃത്താണ്. ഞാൻ സിനിമയിൽ വരുന്ന കാലം മുതൽ സുരേഷായിട്ടൊരു അടുത്ത ബന്ധമുണ്ട്. ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ ഇന്നസെൻറ്റിൻ്റെ പേരിലുള്ളൊരു അവാർഡ് എന്ന് പറയുന്നതിന് നമുക്ക് കൂടുതൽ അടുപ്പമുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ ഒരു ദൗത്യത്തിന് വേണ്ടിയും തുനിഞ്ഞത് എന്നുള്ളതാണ് എൻ്റെ സത്യം. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇവരുടെ ഈ നോമിനേഷൻ ഉണ്ടായിരുന്ന 7 സിനിമയാണ് ഞാൻ അവസാനം കാണുകയുണ്ടായി. ഞാൻ ഈ 7 സിനിമയിൽ 6 സിനിമ നേരത്തെ കണ്ടിട്ടുള്ളതായിരുന്നു. നമ്മൾ സാധാരണ ഈ അവാർഡുകൾക്ക് പലപ്പോഴും ഈ മീഡിയയിൽ വരുമ്പോഴാണ് ഇത് ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ് അല്ലെങ്കിൽ ബെസ്റ്റ് ഫിലിം എന്നൊക്കെ പറയാറുള്ളത്. സത്യത്തിൽ ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞ വർഷത്തെ എക്സലൻസിനുള്ള അവാർഡാണ് സത്യത്തിൽ സ്റ്റേറ്റും നാഷണലിലും എവിടെയും കൊടുക്കുന്നത്. ഒരു നടനോ നടിക്കോ ഒരു ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ് എന്നുള്ള ഇവരെല്ലാം നല്ല നടന്മാർ തന്നെയാണ്. ആ വർഷം ആര് എക്സൽ ചെയ്തു, ആരാണ് മികവുറ്റ ഒരു അഭിനയം കാഴ്ചവെച്ചത് എന്നുള്ളതാണ് സത്യത്തിൽ ഈ അവാർഡ് കൊണ്ട് എല്ലാവരും ഉദ്ദേശിക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഏറ്റവും നല്ല നടൻ, ഏറ്റവും നല്ല നടി എന്ന് നമ്മൾ അതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഈ നമ്മുടെ പ്രത്യേകിച്ച് മലയാളത്തിലുള്ള എല്ലാ നടീനടന്മാരും അവർ വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് ഈ 7 നോമിനീസ് 7 കഥാപാത്രങ്ങളെ അവർക്ക് കിട്ടുമ്പോൾ അതിൽ ആരാണ് മികച്ചതായി ആ ക്യാരക്ടറിനെ അവതരിപ്പിച്ചു എന്നുള്ളത് മാത്രമാണ് ഇതിനെ കാണേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഈ 7 പേരും നല്ല നടന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ കാൻ ഇന്നസെൻ്റ് അവാർഡ് ഇപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ അജു വർഗീസിനാണ്. അത് സാധാരണ ഈ ജൂറിയുടെ ഒരു സൈറ്റേഷൻ പറയണമെന്നാണ് ഇതിൻ്റെ ഒരു പൊതുവെയുള്ള ഒരു ഫോർമാലിറ്റി. അപ്പോൾ ഞാൻ ഈ സിനിമ കണ്ട് അത് എന്തുകൊണ്ട് ജഡ്ജ് ചെയ്തു അജുവിന് കൊടുക്കാം, മറ്റുള്ള 7 പേരിൽ നിന്ന് അജു എന്തുകൊണ്ട് ഈ വർഷത്തെ ഏറ്റവും നല്ല ഏറ്റവും എക്സൽ ചെയ്ത നടൻ എന്ന് പറയാനുള്ള കാരണം ഞാൻ ഒരു സൈറ്റേഷൻ രൂപേണ എഴുതി ഇവിടെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അജു വർഗീസ് മാറുന്ന അഭിനവ മലയാള ചലച്ചിത്ര ശാഖയ്ക്ക് നിരവധി സിനിമകളിലൂടെ ചെറുതും വലുതുമായ ഹാസ്യ കഥാപാത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച നടനാണ്. നർമ്മമുഹൂർത്തങ്ങൾക്ക് തൻ്റേതായ പുതുഭാവുകത്വം നൽകാൻ അജുവിനായി. 2025 പുറത്തിറങ്ങിയ സർവമായ എന്ന സിനിമയിലെ രൂപേഷ് നമ്പൂതിരിയെ അവിസ്മരണീയമാക്കിയ നടൻ. ഹാസ്യത്തിന് പ്രാധാന്യമുള്ള ഈ കഥാപാത്രത്തിന് ഒരേ സമയം വേറിട്ട വൈകാരിക തലങ്ങൾ നൽകുവാനും അജു വർഗീസിനായി. ആവർത്തന വിരസതയുള്ള വഴികളിൽ നിന്ന് മാറി ആകാരം കൊണ്ടും ചേഷ്ടകൾ കൊണ്ടും ശബ്ദം കൊണ്ടും നർമ്മരസങ്ങൾക്ക് പുതുമ നൽകിയ അജു വർഗീസിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു. പ്രിയപ്പെട്ട അജു വർഗീസ്, വേദിയിലേക്ക് കടന്നു വരണം. ഈ അസുലഭ നിമിഷത്തിനായിട്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കാത്തിരുന്നത്. ഇന്നസെൻ്റ് ഏട്ടൻ്റെ പേരിലുള്ള പ്രഥമ ഇന്നസെൻ്റ് പുരസ്കാരം മികച്ച ഹാസ്യനടനുള്ളത്. അതിലപ്പുറത്തേക്ക് ഹാസ്യനടൻ എന്ന് പറയുമെങ്കിലും ഇന്നസെൻ്റ് ഏട്ടനെ നമുക്കറിയാം, അദ്ദേഹം ഒരു മികച്ച കലാകാരനായിരുന്നു, ആർട്ടിസ്റ്റായിരുന്നു അല്ലേ. അതുതന്നെയാണ് ആ വഴക്കത്തിൽ, ആ തുടർച്ചയായിട്ടാണ് അജുവിന് ഈ അവാർഡ് കിട്ടുന്നത്. ഒപ്പം വേദിയിലേക്ക് ഈ അവാർഡ് സമ്മാനിക്കുന്ന സമയത്ത് വേദിയിലേക്ക് ക്ഷണിക്കേണ്ട കുറച്ച് പേരുണ്ട്. അവരെ ഞാൻ സ്നേഹത്തിൻ്റെ ഭാഷയിൽ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ ജോഷി സർ കടന്നു വരണം വേദിയിലേക്ക്, ആദരവിൻ്റെ ഭാഷയിൽ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ജനപ്രിയ നായകൻ ഒരിക്കൽ കൂടി ശ്രീ ദിലീപ്,
വേദിയിലേക്ക് വരണം. അതുപോലെ തന്നെ ക്യാൻ ചാനലിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കടന്നു വരിക. ദയവായി സ്റ്റേജിലേക്ക് വരണം. അൻവർ പട്ടാമ്പി ക്യാൻ ചാനലിൽ നിന്ന്, സന്തോഷ് സുകുമാർ, സുരേഷ് കുമാർ, ഒപ്പം തന്നെ രഞ്ജിത്ത് അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഷാജി സാറിനെ ക്ഷണിക്കുകയാണ്. രവി ചേട്ടനെ ക്ഷണിക്കുകയാണ്. മേജർ രവി സർ, പ്ലീസ്. അജുവിന് ഇതിനു മുൻപും ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അവാർഡുകൾ പലതും അങ്ങ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ ഒരു അവാർഡിനൊരു പ്രത്യേകതയുണ്ട് അല്ലേ? അതിനൊരു സ്പെഷ്യൽ മൊമെൻ്റാണിത്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അവാർഡ്. ഇത്രയേറെ പ്രതിഭകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് സംവിധായകരും പ്രൊഡ്യൂസേഴ്സും അല്ലെങ്കിൽ മലയാള സിനിമയുടെ കുലപതികളായിട്ടുള്ളവരാണ് ഇവിടെ നിൽക്കുന്നത്. അവരിൽ നിന്ന് അവാർഡ് സ്വീകരിക്കുക എന്നുള്ളത് ഒരു വലിയ വലിയ കാര്യമാണ്. അതൊരു വലിയ ഉത്തരവാദിത്വം കൂടിയാണ്. ജോഷി സാറും ദിലീപും കൂടി ചേർന്നിട്ടാണ് മൊമെൻറ്റോ സമർപ്പിക്കുന്നത്. ഇനി അദ്ദേഹത്തിനുള്ള അമൃത് വേണി നൽകുന്ന 2 ലക്ഷം രൂപയുടെ പ്രൈസ് മണിയാണിത്. ഈ ചെക്ക് സമ്മാനിക്കുന്നത് ഷാജി കൈലാസ് സാറും രഞ്ജിത്ത് സാറും ചേർന്നിട്ടാണ്. ഒപ്പം എല്ലാവരും തന്നെ. അതെ, ഒരു വലിയ അവാർഡ് തുക കൂടിയാണ്. സാധാരണ സർക്കാരിൻ്റെയൊക്കെ അവാർഡ് തുകകളൊന്നും ഇത്രയും വലിയ അവാർഡ് തുകയില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് രാത്രിക്ക് ട്രീറ്റിനുള്ള വകയുണ്ട് അല്ലേ? ഫസ്റ്റ് പ്രൊഡ്യൂസറും കൂടിയാണ്. വലിയ കാര്യം. എന്ന് വെച്ച് കൊടുക്കുമോ? പ്രൊഡ്യൂസറും കൊടുക്കില്ലല്ലോ, നമ്മൾ വീട്ടിൽ കൊണ്ടുപോകും അല്ലേ? ഇനി അജുവിൻ്റെ മറുമൊഴിക്കായിട്ട് ഞങ്ങൾ കാത്തു നിൽക്കുകയാണ്. വേദിയിൽ സദസ്സിലിരിക്കുന്ന എല്ലാ ഗുരുക്കന്മാരാണ് എല്ലാവരും. പേരെടുത്ത് പറഞ്ഞ സമയം ഞാൻ നീട്ടുന്നില്ല. ഒരു ശൂന്യതയുണ്ട് ദിലീപേട്ടൻ ആദ്യം പറഞ്ഞതുപോലെ. അത് ഇത്രയും സീനിയേഴ്സിനെ കാണുമ്പം എനിക്ക് പണ്ടും വരുന്നതാണ്. അതുകൊണ്ട് ഞങ്ങളെപ്പോഴും ചെയ്യുന്ന ചെറിയ സിനിമകളാണ്. ഒരു സൂപ്പർ സ്റ്റാർ സിനിമകൾ അങ്ങനെ ഞാൻ ഈ 16 വർഷം നിന്നിട്ട് ചിലപ്പോൾ 5 എണ്ണേ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ബാക്കി ഒക്കെ ഈ ഞങ്ങളുടെ കൂട്ടുകാരുടെ പ്രായത്തിലുള്ളവരുടെ സിനിമകളാണ്. ബിക്കോസ് ഈ ഒരു പ്രശ്നമാണ്, പെട്ടെന്ന് ബ്ലാങ്കായി പോകും എല്ലാവരെയും കാണുമ്പോൾ. പക്ഷെ എന്നിരുന്നാൽ കൂടി ഈ വലിയ മനുഷ്യൻ്റെ സൂപ്പർ സ്റ്റാറായി ഞങ്ങളുടെ തലമുറ അത്ര അധികം രസിച്ച് കണ്ടു വളർന്ന ഇന്നസെൻ്റ് ഏട്ടനെ പോലത്തെ ഒരു വലിയ സൂപ്പർ സ്റ്റാറായ മനുഷ്യൻ. അദ്ദേഹം നടനാണ്, നമ്മുടെ കുടുംബത്തിലെ ഒരു കാരണവരെ പോലത്തെ ഒരു വ്യക്തിയും കൂടെയാണ്. നമുക്കറിയാം, നർമ്മം എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിയും വിവരവും ജ്ഞാനവും ഒക്കെ ഉള്ളവരുടെയും എന്താ പറയുക ദീർഘവീക്ഷണമൊക്കെ ഉള്ളവരുടെയും ഒരു മുഖം മൂടിയാണെന്ന് കാണിച്ച മനുഷ്യനാണ് അദ്ദേഹം. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും വേദനകളും വിഷമങ്ങളൊക്കെ വരുമ്പം കൃത്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു സൂത്രശാലിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദി ഫൈനസ്റ്റ് ഹ്യൂമൻ ബീയിങ്, അറ്റ് ദ സെയിം ടൈം പഠിക്കാനുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഇന്നസെൻ്റ് ഏട്ടൻ. അത് എല്ലാവരും പറഞ്ഞ പോലെ അദ്ദേഹത്തെ നേരിട്ടും അറിഞ്ഞും. ഇപ്പം ഞാനൊക്കെ നോക്കിയിരുന്നത് നമ്പർ 20 മദ്രാസ് മെയിലിലെ ഷോട്ട് വരുമ്പോൾ ഞാൻ ജോയ് സാറിൻ്റെ മുഖത്താണ് നോക്കിയിരുന്നത്. ബിക്കോസ് ആ പാട്ട് പാടുന്ന ഷോട്ട് അന്ന് മോണിറ്റർ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത് നേരിട്ട് കണ്ട മനുഷ്യനാണ്. അതൊക്കെ പ്രൈസ്ലെസ് ആണ്, വാല്യുബിളാണ്. അത് കണ്ടു വളർന്ന ആ തലമുറയിൽപ്പെട്ട എനിക്ക് ഇങ്ങനത്തെ ഒരു അവാർഡ് അമൂല്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സീക്രട്ടും കൂടെ പറയാം. ക്യാമറയുടെ മുന്നിൽ പലപ്പോഴും ഇപ്പോഴും നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥകളാണ് കൂടുതലും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ സീനിയേഴ്സിനെ കോപ്പി അടിക്കുക എന്നുള്ളൊരു കാര്യം വളരെ നന്നായി ഞാൻ ചെയ്യാറുണ്ട്. അത് എന്താ പറയുക, നടന്മാരെന്നില്ല, നടിമാരെയും. അപ്പം അതിലേറ്റവും കൂടുതൽ ഞാൻ റെഫർ ചെയ്തിട്ടുള്ളത് ഇന്നസെൻ്റ് ഏട്ടനായിരിക്കും. അപ്പം ചില സിനിമകൾ കണ്ടു കഴിയുമ്പോൾ അത് പ്രേക്ഷകർ കണ്ടുപിടിച്ച് പറയാറുമുണ്ട്. പക്ഷേ അത് എനിക്കൊരിക്കലും ഒരു കുറ്റം ചെയ്തതായിട്ട് തോന്നിയിട്ടില്ല. കാര്യം അവരുടെ
ഇപ്പോൾ നമ്മൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകുമ്പം ലൈബ്രറിയിൽ പോയി ഒന്ന് റെഫർ ചെയ്യുന്ന പോലെ ഞാൻ അതിനെ കാണാറുള്ളൂ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ. അപ്പോൾ അങ്ങനെ ഒരുപാട് റെഫറൻസുകൾ നമ്മുടെ മഹാനടന്മാർ പലരും നിന്നിട്ടുണ്ട്, നടിമാരും. അങ്ങനെ തന്നെയാണ് ഓരോ സിനിമയും ഞാനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസരം, ഇങ്ങനത്തെ ഒരു വേദിയിൽ ഇങ്ങനൊരു അവാർഡിന് പരിഗണിക്കപ്പെടുന്നത്, എനിക്കറിയാം സുരേഷ് ഏട്ടാ ഇതിന് ഒരുപാട് പിന്നിൽ താങ്കളുടെ അധ്വാനമുണ്ട്. ഈ ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഈ ഒരു അവാർഡ് എത്രമാത്രം വാല്യുബിൾ ആണെന്ന് അറിയാം മലയാളികളുടെ മനസ്സിൽ. ജൂറിയിൽ ചെയർമാനായിരുന്ന രാജീവ് കുമാർ സാർ, താങ്ക് യു. ഇത് ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ല, പക്ഷേ ഒരു കാര്യം ഉറപ്പുവരുത്താം, ലക്ഷ്യസ്ഥാനം നോക്കി ഓടുന്ന ഒരു പാവത്തിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് ഇത് സേഫായിട്ട് ഹോൾഡ് ചെയ്തിരിക്കും. അപ്പം എല്ലാവർക്കും, അഖിൽ സത്യനെ ഞാൻ ഈ നിമിഷം തീർച്ചയായിട്ടും ഓർക്കണം. കാര്യം കുറേ നാളായി ഒരു സിനിമ തിയേറ്ററിൽ ഓടിയിട്ട്. അങ്ങനെ ഇപ്പം രഞ്ജിത്തേട്ടനൊക്കെ ചെയ്ത പോലെ വെബ് സീരീസിലായിരുന്നു ഞാൻ കുറച്ച് കാലം എന്താ പറയുക നിന്നിരുന്നത്. അവിടെ നിന്ന് ഒരു തിയേറ്റർ വിജയം സമ്മാനിച്ചത് അഖിൽ സത്യനാണ്. ആ സിനിമയിൽ അഖിൽ സത്യനോട് എന്നെ വെക്കാൻ പറഞ്ഞത് നിവിനാണ്. ഞങ്ങളെല്ലാം സിനിമയെ കൊണ്ടുവന്നത് വിനീത് ശ്രീനിവാസനും ദിലീപേട്ടനുമാണ്. അതിനൊക്കെ കാരണമായ എൻ്റെ ഫാമിലിയാണ്, ഈശ്വരനാണ്. നന്ദി. അജു ഇമോഷണലായി. നമ്മൾ പറയാറുണ്ട്, നമ്മളൊക്കെ പണ്ട് പഠിച്ചിട്ടും കേട്ടിട്ടുണ്ട്, അനുകരണമാണ് കല എന്ന്, അല്ലേ? അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പ്രകൃതിയിൽ നിന്നോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ നമ്മൾ അനുകരിക്കും എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അതാണ് കലയായി മാറുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്രയും മഹാനായിട്ടുള്ള ഒരു നടനെ തന്നെ റെഫറൻസ് ആക്കുന്നു, കഥാപാത്രങ്ങളെ, വ്യക്തിത്വത്തെ റെഫറൻസ് ആക്കുന്നു എന്ന് പറയുമ്പോൾ യു ആർ ബിക്കമിങ് എ റിഫൈൻഡ് ഹ്യൂമൻ ബീയിങ് ആൻഡ് എ ഗ്രേറ്റ് ആക്ടർ. കൺഗ്രാറ്റുലേഷൻസ് അജു.